അത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണെന്നാണ്. യഥാർത്ഥത്തിലല്ല, അത് കുട്ടികൾക്ക് വേണ്ടിയാണ്. പക്ഷെ ആ കുട്ടി പിണറായി വിജയന്റെ ആൺകുട്ടി വിവേക് കുട്ടിയും പിണറായി വിജയന്റെ പെൺകുട്ടി വീണക്കുട്ടിയും പിണറായി വിജയന്റെ പരുവൻകുട്ടി റിയാസ് കുട്ടിയും പിണറായി വിജയൻ എന്ന സാക്ഷാൽ പിണറായി കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒപ്പുവെച്ചിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോ നേരത്തെ മുല്ല പറഞ്ഞ പോലെ ഒരു ഇഡിയുടെ നോട്ടീസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 9.5 കൊല്ലമായി നമ്മൾ ഒരുപാട് നോട്ടീസ് കണ്ടു. ഒരുപാട് നോട്ടീസ് ഇഡി നോട്ടീസ് അയക്കും. എപ്പോ കേരളത്തിൽ പിണറായി സംഘപരിവാരത്തിന് വേണ്ടി നിലകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഈ സംഘപരിവാരത്തിനൊപ്പം നിൽക്കുന്ന പിണറായിയെ വിമർശിച്ചു കൊണ്ടിരിക്കുമ്പോ കേന്ദ്രത്തിൽ നിന്ന് മോഡി ഒന്നുകിൽ പിണറായിക്ക്, അല്ലെങ്കിൽ മോന്, അല്ലെങ്കിൽ മോള്, മോക്ക്, അല്ലെങ്കിൽ പുതിയാപ്പിളക്ക് ഒരു നോട്ടീസ് അയക്കും. ആ നോട്ടീസ് അയക്കുമ്പോ ഗോവിന്ദൻ മാഷും സഖാക്കളും പറയും, കണ്ടില്ലേ, ഞങ്ങൾ BJP എതിർക്കുന്നത് കൊണ്ട്, ഞങ്ങൾ വർഗീയതയെ എതിർക്കുന്നത് കൊണ്ട്, ഞങ്ങൾ ഫാസിസത്തെ ചോദ്യം ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്കിതാ നോട്ടീസ് വന്നിരിക്കുന്നു. അപ്പോ ചില മാപ്രാവുകളുണ്ട്, അന്തം കമ്മി മാപ്രാവുകൾ, കമ്മ്യൂണിസ്റ്റുകാരന് പാദസേവ നടത്താൻ മാത്രം വിധിക്കപ്പെട്ട ചില ആളുകൾ. അവര് നമ്മളെ ലീഗുകാരെ നോക്കി പറയും, കണ്ടില്ലേ, നിങ്ങളല്ലേ പറഞ്ഞത് പിണറായി സംഘിയാണെന്ന്. ആ പിണറായിക്കഥ മോഡി നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇത് പറയാൻ പിണറായി കവർന്നെടുക്കാൻ പോകുന്ന ന്യൂനപക്ഷ വോട്ടുകൾ പിണറായിക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, പിണറായിക്ക് കവചമൊരുക്കാൻ നരേന്ദ്രമോദിയാണെന്ന നാടകം എന്നതിന് അപ്പുറത്ത് ഈ ഇഡി നോട്ടീസ് കൊണ്ട് ഒന്നും സംഭവിക്കൂല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഇഡി നോട്ടീസിനെ കുറിച്ച് കേൾക്കൂല. ഈ ഇഡി നോട്ടീസ് ചർച്ചയാവൂല. ഈ ഇഡി നോട്ടീസിന്റെ ഫലമായി അതിന്റെ പിന്നാലെ അന്വേഷണം വരൂല. ആ രൂപത്തിൽ ഈ രാജ്യത്ത് BJPയും CPM-ഉം തമ്മിൽ ബായി നാടകം കളിക്കാൻ തുടങ്ങിയിട്ട് 9.5 കൊല്ലമായി.